Mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി ബസലിക്ക പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളും പുതുഞായർ ആചരണവും ഏപ്രിൽ 5 മുതൽ 14 വരെ നടക്കും. ആഘോഷ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബസലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുഞായർ ആചരണത്തിനും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങൾക്കും ഒരുങ്ങിയിരിക്കുകയാണ് ചരിത്രപ്രസിദ്ധമായ അങ്കമാലി സെന്റ് ജോർജ് ബസലിക്ക പള്ളി. തിരുനാളിന് മുന്നോടിയായുള്ള നൊവേനയ്ക്ക് മാർച്ച് 30 തുടക്കം കുറിച്ചിരുന്നു. ഏപ്രിൽ 5 കിഴക്കേപ്പള്ളിയിലും 6 ബസലിക്കയിലും കൊടികയറ്റ് നടക്കും. ഏപ്രിൽ 7 അങ്ങാടി പ്രദക്ഷിണവും 8 പട്ടണ പ്രദക്ഷിണവും ഉണ്ടാകും. ഇടവക ജനങ്ങളുടെ വിശ്വാസ തീഷ്ണതയ്ക്കും കൂട്ടായ്മയ്ക്കും ഉതകുന്ന പരിപാടികളാണ് തിരുനാളിന്റെ ഭാഗമായി നടക്കുന്നതെന്ന് ബസലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ സീറോ മലബാർ സഭയുടെ ശിരോകേന്ദ്രമായ അങ്കമാലി ബസലിക്ക ഫൊറോന പള്ളിയിൽ അതിൻ്റെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ തിരുനാൾ നടക്കാൻ പോവുകയാണ്. ആ തിരുനാൾ നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള സമയത്താണ്. 5-ാം തീയതി കിഴക്കേ പള്ളിയിൽ കൊടി ഉയർത്തിക്കൊണ്ട് ആരംഭിക്കുന്ന തിരുനാൾ 6-ാം തീയതി വൈകുന്നേരം പടിഞ്ഞാറേ പള്ളിയിൽ കൊടി ഉയർത്തുന്നു. തുടർന്ന് 7-8 തിരുനാൾ ദിനങ്ങളാണ്. അന്ന് രാവിലെ മുതൽ എല്ലാ ദിവസവും തിരുക്കർമ്മങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാവും. അതോടൊപ്പം തന്നെ വൈകുന്നേരം നമ്മുടെ പട്ടണ പ്രദക്ഷിണവും അതോടൊപ്പം തന്നെ അങ്ങാടി പ്രദക്ഷിണവും നടക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷതയാണ്. അങ്കമാലിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കൊടുങ്ങല്ലൂർ വന്നിറങ്ങി മലയാറ്റൂർക്ക് പോകുവാനായിട്ട് വന്നിരുന്ന തീർത്ഥാടകരെല്ലാം ഇവിടെ വന്ന് വിശ്രമിച്ച് അടിമ വെച്ച് പ്രാർത്ഥിച്ചെല്ലാമാണ് മലയാറ്റൂർക്ക് പോയിരുന്നത്. അതിപ്പോഴും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തിരുനാൾ ഏപ്രിൽ 24-ാം തീയതിക്ക് പകരമായിട്ട് ഈ പുതുഞായറാഴ്ച തന്നെ നടക്കുക എന്നുള്ളതിൻ്റെ കാരണം. തിരുനാൾ നടക്കുന്ന ദിവസങ്ങളിൽ 8-ാം തീയതി മുതൽ എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പ്രദേശം എന്നുള്ളതാണ് മറ്റൊന്നുള്ളത്. 8-ാം തീയതി 7-ാം തീയതി നമ്മൾ മൂവാറ്റുപുഴ കുന്നല ഗാർഡൻസ് അവരുടേതായിട്ടുള്ള ശിങ്കാരിമേളത്തിൻ്റെ ഷോയുണ്ട്. 8-ാം തീയതി ഇവിടെ ജോയി ലൈറ്റ്സിൻ്റെ അവരുടേതായ പ്രത്യേക ഭൂഷണുണ്ട്. അതുപോലെ തന്നെ 9-ാം തീയതി വാഹന വെഞ്ചരിപ്പ്, 10-ാം തീയതി നൈപുണ്യ കോളേജ് നേതൃത്വത്തിൽ നടക്കുന്ന ഡിന്നർ ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഏപ്രിൽ 11-ാം തീയതി ഭക്തസംഘടനകളുടെ സംഗമമാണ്. ഏപ്രിൽ 12-ാം തീയതി അഖില കേരള ക്രിസ്ത്യൻ തീം ഡാൻസ് മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ ഏപ്രിൽ 13-ാം തീയതി മ്യൂസിക്കൽ നൈറ്റായിട്ട് ആഘോഷിക്കുകയാണ്. ഏപ്രിൽ 14-ാം തീയതി 8-ാം ഓണത്തിൻ്റെ അന്ന് ഇടവക ജനങ്ങളുടെ കലാസന്ധ്യയോടുകൂടിയാണ് ഈ തിരുനാളിൻ്റെ സമാപനം കുറിക്കുന്നത്. ഈ തിരുനാളുകളിലേക്ക് കടന്നു വരുന്ന 10,000-കണക്കിന് ജനങ്ങളുടേതായിട്ടുള്ള ഒരു ആഘോഷമാക്കി മാറ്റാനായിട്ട് ഇതിൻ്റെ കമ്മിറ്റിയും കൺവീനറും ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും ഇവിടുത്തെ കൈക്കാരന്മാർ, വൈസ് ചെയർമാനെല്ലാം അക്ഷീണം പ്രയത്നം തുടങ്ങിയിട്ട് മാസങ്ങളായി. അതിൻ്റെ ഫലമായിട്ട് തിരുനാൾ നന്നായിട്ട് നടക്കും എന്നുള്ള പ്രതീക്ഷയും അതിൽ വരുന്ന തീർത്ഥാടകർക്ക് വളരെ ഹൃദ്യമായ സ്വീകരണവും അവരുടെ എല്ലാ വിധത്തിലുള്ള തിരുനാളാഘോഷത്തിൻ്റെ സൗകര്യങ്ങളും ഒരുക്കാനായിട്ട് തിരുനാൾ കമ്മിറ്റി പരിശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഈ തിരുനാളിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദൂരദേശങ്ങളിൽ നിന്നുപോലും നിരവധി വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അങ്കമാലി സെന്റ് ജോർജ് ബസലിക്ക പള്ളി. ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ ഒട്ടേറെ കലാ സ്റ്റേജ് പ്രോഗ്രാമുകളും നൃത്ത സംഗീത പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ബെന്നി മൂഞ്ഞേലി പറഞ്ഞു. 9-ാം തീയതി മുതലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 9-ാം തീയതി മരിച്ചവരുടെ കുർബാന, അതിനുശേഷം വാഹനം വെഞ്ചരിപ്പ്, 10-ാം തീയതി നൈപുണ്യ കോളേജ് അവരുടെ പിള്ളേരും അവരുടെ ഷെഫുമാരും ഒക്കെ കൂടിയിട്ട് ഒരു 5 സ്റ്റാർ ഡിന്നറാണ്
ഇവിടെ 6 മണിക്കത്തെ കുർബാന കഴിഞ്ഞിട്ട് ഒരു ലൈവ് മ്യൂസിക്കോട് കൂടി സെറ്റ് ചെയ്യുന്നത്. അതിനവരൊരു ചെറിയ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. അവരുടെ എക്സ്പെൻസ് എത്രയാണോ വരുന്നത് അത് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഫീസ് നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ പാരിഷ് ഹോളിലാണ് അറേഞ്ച് ചെയ്യുന്നത്, പള്ളിയുടെ താഴത്തെ പാരിഷ് ഹോളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം സംഘടനകളുടെ പരിപാടിയാണ്. സംഘടനയുടെ പരിപാടി കാര്യങ്ങളൊക്കെ വൈകുന്നേരം എല്ലാ കാലങ്ങളിലും നടക്കുന്നത് പോലെ തന്നെ നടക്കും. വെള്ളിയാഴ്ച വ്യത്യസ്തമായൊരു പരിപാടിയാണ്. കേരളത്തിലെ 7ഓളം ടീമുകൾ നമുക്കിപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ തീം ഡാൻസ് നമ്മുടെ പള്ളിയുടെ മുൻപിലുള്ള സ്റ്റേജിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും 6 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷമാണ് അത് നടക്കുക. വ്യത്യസ്ത മേഖലകളിൽ നിന്നും കോളേജ് വിദ്യാർത്ഥികളൊക്കെ അടക്കമുള്ള ആളുകളാണ്. 20 പേര് കുറയാത്ത ടീമാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർക്കതിന് നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 40,000 രൂപ സമ്മാനം വരാവുന്ന പ്രൈസുകളാണ് നമുക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ശനിയാഴ്ച ഒരു മ്യൂസിക്കൽ നൈറ്റ്, ഒരു ഞായറാഴ്ച വലിയ പരിപാടികൾ ഇടവക ജനങ്ങളുടെ വകയായിട്ടുണ്ട്. 8ാം പെരുന്നാളിൻ്റെ സമാപനത്തോടുകൂടി ഇടവക ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പല കലാ മത്സരങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായി ഓർഗനൈസ് ചെയ്ത് പോകുന്നുണ്ട്. അതുണ്ട്. അതിനുശേഷം വൈകുന്നേരം സ്നേഹവിരുന്നോട് കൂടിയിട്ടാണ് തിരുനാൾ സമാപിക്കുന്നത്. തിരുനാൾ കമ്മിറ്റി കോർഡിനേറ്റർ ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ, ഫാദർ ആൻസൺ നടുപ്പറമ്പിൽ, ഫാദർ അരുൺ മഠത്തിപ്പറമ്പിൽ, തിരുനാൾ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ജാർവിൻ കല്ലേലി, ട്രഷറർ ജിബി വർഗീസ്, സെക്രട്ടറി ടോമി മുണ്ടാടൻ, കൈക്കാരന്മാരായ റിൻസൺ വർഗീസ്, ഷാൻഡു പടയാട്ടിൽ, വൈസ് ചെയർമാൻ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോബ് ചക്കിച്ചേരി, വിൻസെന്റ് പൈനാടത്ത്, ജോയി പാറയ്ക്ക, ഷൈജോ ജോർജ്, ക്രിസ്റ്റഫർ മാടവന, ഷോജി മുണ്ടാടൻ, ജിജു ജീസൺ, മേഴ്സി പൗലോസ്, ബീന ആൻഡു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്കമാലിയെ സംബന്ധിച്ച് ഈ തിരുനാൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇടവകയുടെ മാത്രം ആഘോഷമല്ല, ഈ നാടിൻ്റെ മുഴുവൻ ആഘോഷമാണ്. അത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ ഇടവക്കാർ മാത്രമല്ല, ഇവിടെ നിന്ന് വിവാഹം കഴിച്ചയച്ചവർ, ഈ ഇടവകയിലുള്ളവർ, ഇടവകയ്ക്ക് പുറത്തുള്ളവർ, സമീപ പ്രദേശങ്ങളിലുള്ളവർ, നാനാജാതി മതസ്ഥരായ വ്യക്തികളെല്ലാവരും ഇവിടെ എത്തും. അപ്പോൾ അവരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടിയും വളരെ ഒരു വലിയ സാന്നിധ്യത്തോടും കൂടിയാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുക. പ്രത്യേകിച്ച് ഈ വർഷം പതിവിൽ നിന്ന് വ്യത്യസ്തമായ വൈവിധ്യമാർന്ന പരിപാടികൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഈ തിരുനാളിന് കൂടുതൽ കൊഴുപ്പേകുക, മിഴിവേകുക എന്നതാണ്. തിരുക്കർമ്മങ്ങളിലും അതിനുശേഷമുള്ള എല്ലാ പരിപാടികളിലും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് തിരുനാൾ ആഘോഷം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.